ധനുഷും കൃതി സനോണും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ആനന്ദ് എൽ റായ് സംവിധാനം ചെയ്തിട്ടുള്ള ഏറ്റവും പുതിയ സിനിമയാണ് തേരെ ഇഷ്ക് മെയിൻ. തിയേറ്ററിൽ പോയി കണ്ടു. നമുക്ക് ആ സിനിമയെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. ഈ ഒരു കോംബോ, ധനുഷ് ആനന്ദ് എൽ റായ് കോംബോ ഒരുമിച്ചിട്ടുള്ള ഇതിന് മുൻപത്തെ സിനിമ രാഞ്ചന, ആ സിനിമയുടെ ഒരു സ്റ്റാൻഡ് അലോൺ സീക്വൽ എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ഒരു സിനിമ തന്നെയാണിത്. അതിൻ്റെ റെഫറൻസും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ സിനിമ കാണുമ്പോഴാണ് മനസ്സിലാക്കുക. അതിൻ്റെ തിരക്കഥാകൃത്തായിരുന്ന ഹിമാൻഷു ശർമ്മ, നീരജ് യാദവ് എന്നിവർ ചേർന്നിട്ടാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത്. തുഷാർ കാന്തി റോയ് ആണ് ഇതിന്റെ DOP ചെയ്തിട്ടുള്ളത്. ഹേമൽ കൊത്താരി, പ്രകാശ് ചന്ദ്ര സാഹു, ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ സിനിമ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. AR റഹ്മാന്റെ മ്യൂസിക് ആണ്. മറ്റൊരു പേര് കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഞാൻ പറയാണ്. സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് റസുൽ പോക്കുട്ടിയും വിജയകുമാറും ചേർന്നിട്ടാണ്. സിനിമയുടെ കഥാസംഗ്രഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ അൺഎത്തിക്കലായി കാര്യങ്ങൾ ചെയ്യുന്ന, വളരെ സെൽഫിഷ് ആയിട്ടുള്ള, കാണാൻ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി. ഇന്ത്യൻ സിനിമയുടെ എസ്പെഷ്യലി ബോളിവുഡ് സിനിമ സ്റ്റാൻഡേർഡ്സിനുള്ളിൽ നിൽക്കുന്ന കാണാൻ സുന്ദരിയായിട്ടുള്ള പെൺകുട്ടി, വളരെ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്ന, കുട്ടിക്കാലം മുതലേ ഒരുപാട് ട്രോമകൾ ഉള്ളിലുള്ള, ആ ട്രോമയോട് ഫൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഞാനൊരു കലിപ്പനാണ്, എന്തിനെതിരെ ഞാൻ ശബ്ദം ഉണ്ടാക്കും എന്നൊക്കെ പറയുന്ന ആ ഒരു മുഖം മൂടി ധരിച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു ആൺകുട്ടി. ഇന്ത്യൻ ബോളിവുഡ് സിനിമകളുടെ സ്റ്റാൻഡേർഡ്സിൽ നോക്കുമ്പോൾ ആവറേജ് എന്നോ ബിലോ ആവറേജ് എന്നോ പറയാവുന്ന പോലത്തെ ഒരു കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് ധനുഷാണ്. അങ്ങനെ ആ കലിപ്പനും ആ സ്വാർത്ഥയും കൂടി പ്രണയമാകുന്ന ഒരു സിറ്റുവേഷനിലേക്കൊക്കെ വന്നെത്തുന്നു. പക്ഷേ അവർക്ക് ഒന്നിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ സാഹചര്യങ്ങൾ നമ്മൾ നോക്കാനാണെങ്കിൽ ഇതുവരെ നമ്മൾ ഇന്ത്യൻ സിനിമയിൽ കണ്ടിട്ടുള്ള എല്ലാ സിനിമകളിലെയും കട്ട ക്ലീഷേ രംഗങ്ങൾ ഒരുമിച്ച് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതിനുശേഷം ട്രെയിലർ കാണുമ്പോൾ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്, സാധാരണ പ്രേമം പൊളിഞ്ഞാൽ ആൺകുട്ടി കള്ളടിച്ച് അവൻ്റെ കരളടിച്ച് പോകും, പെൺകുട്ടി അവളുടെ വിദ്യാഭ്യാസമോ ജോലിയോ കരിയറോ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു, നല്ലൊരാളെ വിവാഹം കഴിക്കുന്നു, ആ രീതിയിലൊക്കെയാണല്ലോ. പക്ഷേ ഇവിടെ ഈ സിറ്റുവേഷൻ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഏറ്റവും അവസാന ഭാഗത്തേക്ക് വരുമ്പോഴേക്കും ഒരുപാട് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ ഇട്ട് നമ്മളെ കണ്ണീർ കടലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് ഒരു പരിധി വരെ വിജയിക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. സിനിമയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ, എന്നെ സംബന്ധിച്ച് ജസ്റ്റ് ഫോർ ദ മ്യൂസിക്, പിന്നെ വിഷ്വൽസ് നന്നായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല കുഞ്ഞു കുഞ്ഞ് സീനുകൾ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. അതിനൊക്കെ വേണ്ടി ഒരു വട്ടം കണ്ടു നോക്കാവുന്ന ഒരു സിനിമ എന്നുള്ളതിനപ്പുറത്തേക്ക് രാഞ്ചനയൊക്കെ കണ്ടതിന് ശേഷമുള്ള പോലെ ഒരു ഭാരിച്ച ഒരു ഫീൽ ഉള്ളിൽ നിലനിർത്താനുള്ള ഒന്നും തന്നെ എനിക്ക് തേരെ ഇഷ്ക് മെയിൻ എന്ന് പറയുന്ന സിനിമയിൽ നിന്ന് കിട്ടിയിട്ടില്ല. നമുക്കിപ്പോൾ അതുപോലെ പോസിറ്റീവ്സിൽ നിന്ന് ആരംഭിക്കാം. ഒന്നാമത്തെ പോസിറ്റീവ്, ഇറ്റ്സ് ദ മ്യൂസിക്. AR റഹ്മാൻ മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേക്ക് AR റഹ്മാൻ എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ പോകുന്നൊരു സംഭവമല്ല പറയുന്നത്. ഈ സിനിമയിലെ പല രംഗങ്ങളും അവരെടുത്തു വെച്ചിരിക്കുന്നത് വളരെ ആവറേജ് ആയിട്ടാണ്. ഈ കഥാസന്ദർഭങ്ങൾ നോക്കുന്ന സമയത്തും നമുക്കിങ്ങനെ നിങ്ങൾ അടുത്തേക്ക് പോകും എന്നൊക്കെ പറയാൻ തോന്നിപ്പിക്കുന്ന പല സീനുകളുമുണ്ട്. പക്ഷേ അതടക്കം വളരെ ഇമോഷണലി നമ്മളെ ടച്ച് ചെയ്യുന്നത് പോലെ എടുത്തു വെക്കാൻ ഇതിൻ്റെ മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റ് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്നും അല്ലാത്ത പല സീനുകളെയും എന്തോ ആയി ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിൽ AR റഹ്മാൻ അതിനകത്തൊരു മാജിക് കാണിച്ചു വെച്ചിട്ടുണ്ട്. വിത്തൗട്ട് മ്യൂസിക് ഇതൊരു ബിലോ ആവറേജ് പരിപാടിയായിപ്പോയനെ. അത്രയും ഇതിൽ മ്യൂസിക്കിന് ഇമ്പാക്റ്റ് ഉണ്ട്. പാട്ടുകളാണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഒക്കെ കിഡിലുമായിട്ട് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ട് സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ, ഇത് പുറത്തിറങ്ങി കഴിയുമ്പോൾ ലോജിക്കലി നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഇതിലെ പല സീനുകളും എന്തും അവിടെ കാണിച്ചു വെച്ചേക്കുന്നത് എന്ന് ചോദിക്കാൻ തോന്നുന്ന പോലെയാണ്. അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് പോസിബിൾ ആവുന്നത് എന്ന് ചോദിക്കാൻ തോന്നുന്നതാണ്. പക്ഷേ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഇരുന്ന് കാണും. അതാണ് AR റഹ്മാൻ്റെ ഈ സിനിമയിലെ മാജിക്. രണ്ടാമത്തെ പോസിറ്റീവ്, ഈ സിനിമയുടെ സൗണ്ട് ഡിസൈൻ അല്ലെങ്കിൽ സൗണ്ടിൻ്റെ ഒരു ഔട്ട്പുട്ട്. അതിനുവേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരും, ജസ്റ്റ് സൗണ്ട് ക്യാപ്ചർ ചെയ്യുന്ന ആൾക്കാർ മുതൽ അത് മിക്സ് ചെയ്ത് നമ്മളതിൻ്റെ എൻഡ് ഔട്ട്പുട്ട് കേൾക്കുന്നത് വരെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ആൾക്കാരും ഒരു കയ്യടി അർഹിക്കുന്നുണ്ട്. ഇതിനകത്ത് ധനുഷ് ഇങ്ങനെ ഹെവി ആയിട്ട് ബ്രീത്ത് ചെയ്യുന്നൊരു സീനുണ്ട്. ആ സമയത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന സൗണ്ട്, അയാളുടെ ബ്രീത്തും എല്ലാം കൂടി ചേർന്ന് കേൾക്കുന്നത് ഈ ഫൈറ്റർ ജെറ്റ് പ്ലെയിനൊക്കെ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു എഫക്റ്റ് ഇല്ലേ, അത് നിറഞ്ഞു നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. അത് ആ ക്യാരക്ടറിനോട്, അയാളുടെ ഉള്ളിലെ പെയിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ വെയിറ്റ്, അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അതൊരു ഗംഭീര പ്ലേസ്മെൻ്റ് ആയിരുന്നു. അതുപോലത്തെ കുറേ സാധനങ്ങൾ നമുക്ക് അവിടെ ഇവിടെയായിട്ട് കാണാനുണ്ട്, കേൾക്കാനുണ്ട്. ആൻഡ് തേർഡ് പോസിറ്റീവ്, ഓഫ് കോഴ്സ് ഇതിൻ്റെ വിഷ്വൽസ് ആണ്. അതിൽ ഞാൻ എല്ലാം പറയും കേട്ടോ. ഇവർ ഒരു കോളേജിൽ നിന്നാണ് കാര്യങ്ങൾ ആരംഭിക്കുന്നത്. അവിടുന്ന് UPSC ട്രെയിനിങ് കോച്ചിങ് പരിപാടികളൊക്കെ വരുന്നു. പിന്നെ ഈ അധികാരത്തിൻ്റെ ഗർവ് എന്നൊക്കെ പറയുന്ന പോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ നേരെ ഇന്ത്യൻ എയർഫോഴ്സ്, ഫൈറ്റ്, വാർ, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളിലേക്ക് പോവുകയാണ്. ഇതിന് ഓരോന്നിനും കൃത്യമായിട്ടുള്ള ആ ഫീല് നിലനിർത്തിയിട്ട്, എന്നാൽ ഈ പാസ്റ്റിലേക്കും പ്രസൻറ്റിലേക്കുള്ള ട്രാവലിൻ്റെ ഇടയിൽ നമുക്കൊരു ജമ്പൊന്നും ഫീൽ ചെയ്യിക്കാത്ത രീതിയിൽ വളരെ മനോഹരമായിട്ട് അതിൻ്റെ വിഷ്വൽസ് വന്നിട്ടുണ്ട്. ഈ പറയുന്ന വാർ സീക്വൻസുകളും അതുപോലെ കുറേ സംഭവങ്ങളൊക്കെ ഇത് ഗ്രീൻ സ്ക്രീനിട്ട് ഇതാണ്, അല്ലെങ്കിൽ ഇത് VFXൽ വന്നതാണ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ മോശമാക്കിയിട്ടില്ല. ഈ സിനിമ എന്ത് ഇമോഷനാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് അതിനെ വളരെ നല്ല രീതിയിൽ നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ
സ്ഥലങ്ങൾ മാത്രമല്ല, ലൊക്കേഷൻസ് ക്യാപ്ചർ ചെയ്തിരിക്കുന്ന മാത്രമല്ല, ഇതിൻ്റെ കോസ്റ്റ്യൂംസ്, മേക്കപ്പ്, പിന്നെ ആർട്ട് അവർ ചെയ്തു വെച്ചിരിക്കുന്ന എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ഓരോ കാര്യങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വളരെ ഹെൽപ്ഫുൾ ആയിട്ടാണ്. ഇതിൽ ധനുഷിൻ്റെ വീട് കാണിക്കുന്ന ഒരു രംഗമുണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചും കൂടി പറയാനുണ്ട്. ഞാൻ അടുത്ത പോസിറ്റീവിലേക്ക് കടക്കുകയാണ്. ചില സീനുകൾ, ഇതാണ് ഞാൻ പോസിറ്റീവായിട്ട് എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാ സീനുകളും ഒന്നും എനിക്ക് ഭയങ്കര സംഭവമായിട്ട് തോന്നിയില്ല. ഇതിനകത്ത് കൃതി സനോൺ നമ്മുടെ ധനുഷിൻ്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നൊരു സീനുണ്ട്. അവരൊരു പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പം വളരെ വില കൂടിയ ഹൈ ഹീൽസ് ഇട്ടിട്ടാണ് ഈ വീട്ടിലേക്ക് കയറാൻ നോക്കുന്നത്. അപ്പം ഇതൊരു ഒറ്റമുറി വീടാണ്. ഒരു വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഒരു കുഞ്ഞ് സ്പേസിലാണ് അച്ഛനും മകനും കൂടി താമസിക്കുന്നത്. അപ്പോൾ അവരെ കാണാൻ വേണ്ടി കയറി ചെല്ലുമ്പോൾ ഈ സ്റ്റെപ്പിൽ പട്ടിയൊക്കെ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു ഗ്യാപ്പുള്ള രീതിയിലുള്ള സ്റ്റെപ്പാണ്. ഇതിലേക്ക് ഇവർ കയറാൻ നോക്കുമ്പോൾ ഈ ഹീൽ അതിലുടക്കും. അപ്പോൾ അവർ ഹീല് കാലി നൂരി അത് കൈ പിടിച്ചിട്ട് അകത്തേക്ക് കയറുകയാണ്. അപ്പം ബെയർ ഫുട്ടഡായിട്ട് അകത്തേക്ക് കയറി ചെല്ലുന്നു. ഇവിടെ അച്ഛനും മകനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഈ ഹീൽ എവിടെയും വെക്കാൻ പറ്റില്ല. ഇത് കയ്യിൽ വെച്ചിട്ടാണ് ഇവർ നമസ്തേ പറയുന്നത്. ഹീൽ വെക്കാൻ ആക്ച്വലി അവരുടെ ഹീലെടുത്ത് വെക്കുമ്പോഴേക്കും ഡോറിൻ്റെ പകുതി സ്പേസ് കഴിഞ്ഞു. അത്രയും ചെറിയൊരു സ്പേസാണ്. അതിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഇവരുടെ രണ്ടുപേരുടെയും ജീവിതങ്ങൾ തമ്മിലുള്ള ഡിഫറൻസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ ഒരൊറ്റ സീൻ മാത്രം മതി. അത് അവർ ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ ധനുഷ് കൃതിയുടെ വീട്ടിൽ ചെന്നിട്ട് വാക്ക് കൊടുത്തിട്ട് ഇറങ്ങി വരുന്നൊരു സീനുണ്ട്. ആ സീനിൽ കൃതി സനോണിൻ്റെ ബാക്കിൽ കാണുന്നത് വളരെ അഗ്രസീവായിട്ടുള്ളൊരു ഡോഗ് അതിൻ്റെ ട്രെയിനറിൻ്റെ കയ്യിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് ആ അഗ്രഷൻ ഞാൻ ഇനി ഒരിക്കലും ഇതിൽ നിന്ന് വിടില്ല എന്ന് പറയുന്ന ആ ഡോഗിൻ്റെ ഒരു നിശ്ചയദാർഢ്യം എന്ന് പറയില്ലേ, അതുപോലത്തെ ഒരു സീനാണ് ഇവിടെ നടക്കുന്നത്. അതിൻ്റെ അങ്ങനെ കുറേ പ്ലേസ്മെൻറ്റ്സ് ഉണ്ട് സിനിമയിൽ. അതൊക്കെ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. സിനിമ കാണുന്ന സമയത്ത് ഇതൊരു അടിപൊളി പരിപാടിയാണല്ലോ, അതവർ കണക്ട് ചെയ്ത് ആ സീൻ പ്ലേസ് ചെയ്തേക്കുന്നത് സൂപ്പറാണല്ലോ എന്നൊക്കെ തോന്നും. വളരെ ബ്ലറായിട്ട് സൈഡിൽ കാണിക്കുകയാണ്, പക്ഷേ ഇതിനൊക്കെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. ആ തരത്തിൽ എനിക്ക് പല സീനുകളും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ പറയേണ്ടത് പെർഫോമൻസുകളാണ്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ധനുഷ് ആസ് യൂഷ്വൽ അയാൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ധനുഷിൻ്റെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയുള്ളൂ. ഇതിലൊന്നും പെടാത്ത ഭയങ്കരമായ എന്തോ എന്ന് പറയുന്ന അങ്ങനത്തെ ഒരു ഫീലിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഈ ക്യാരക്ടറിന് ധനുഷ് ജീവൻ കൊടുത്തിട്ടുണ്ട്. അത് അത്രയും വിശ്വസനീയമായ രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഈ കോളേജ് കാലഘട്ടമാണെങ്കിലും ഇന്ത്യൻ എയർഫോഴ്സിലെ എല്ലാവരും ഉറ്റുനോക്കുന്ന ദി ബെസ്റ്റ് പൈലറ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലേക്ക് വരുമ്പോഴാണെങ്കിലും അയാൾക്ക് ഡെലിവറി ആവുന്നതിൻ്റെ മാക്സിമം കൊടുക്കുന്നുണ്ട്. കൃതി സനോൺ അവരെ ഞാൻ ഇതിനു മുമ്പ് കാണുമ്പോൾ അവരുടെ പല സിനിമകളും എനിക്ക് ഇഷ്ടപ്പെടാതെ ഉണ്ടെങ്കിലും പെർഫോമൻസ് വൈസ് അവർ വളരെ രസമായിട്ട് ക്യാരി ചെയ്യാറുണ്ട് ക്യാരക്ടേഴ്സിനെ. ഈ സിനിമയിലും ഈ ക്യാരക്ടറിനെ വളരെ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്യാൻ കൃതിക്ക് പറ്റുന്നുണ്ട്. ഫുൾ കുറ്റബോധമൊക്കെ അടിച്ച് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലേക്ക് വീഴുമ്പോൾ ഈ സിനിമ എന്ന് പറയുന്നത് ഈ പ്രണയത്തിന് വേണ്ടി എന്തും ചെയ്യും. അതായത് കുറച്ച് സ്നേഹം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി ഏതറ്റം വരെയും ജീവൻ കൊടുക്കാൻ വരെയും തയ്യാറാവുന്ന ആൺകുട്ടികളുണ്ടല്ലോ. ആ ആൺകുട്ടികളിൽ ഒരു കഥാപാത്രത്തിൻ്റെ തന്നെയാണ് സിനിമയുടെ ലാസ്റ്റൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. പ്രണയിക്കാൻ പഠിക്കുന്ന ലാസ്റ്റ് ജനറേഷൻ നമ്മുടെയാണോ എന്നൊക്കെ പറഞ്ഞ് നായകൻ്റെ ഒരു ഡയലോഗ് അതിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളാണ്. ഇപ്പോൾ നമ്മൾ ഈ സ്നേഹം എന്ന് പറയുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവനവൻ്റെ ജീവിതവും ആയുസ്സും ഒക്കെ തൊലച്ചുകൊണ്ടുള്ള പരിപാടിക്കൊന്നും ഇറങ്ങിത്തിരിക്കരുത് എന്ന് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഈ സിനിമയിൽ ഇങ്ങനെ ഇതിനെ ഗ്ലോറിഫൈ ചെയ്ത് വെക്കുന്നത് സ്ട്രോങ് എന്നേ എനിക്ക് പറയാനുള്ളൂ. പക്ഷേ അങ്ങനത്തെ ഒരു പയ്യൻ എന്തും ചെയ്യും അവൻ്റെ പ്രണയത്തിന് വേണ്ടി എന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ. ആ ആറ്റിറ്റ്യൂഡിൻ്റെ ഒരു പ്രശ്നം അതൊരു തീ പോലെയാണ്. അതിനകത്തേക്ക് ചെന്ന് പെടുന്ന ഈ പയ്യനും തീരും, അവൻ്റെ കൂടെ ചാടുന്ന പെൺകുട്ടിയും ചിലപ്പോൾ തീർന്നു പോയെന്ന് വരും. അറിയാതെ തൻ്റെ അത്യാഗ്രഹത്തിൻ്റെ പേരിൽ അതിലേക്ക് ചെന്ന് വീഴുന്ന ഒരു പെൺകുട്ടി. അതാണ് ഈ സിനിമയുടെ കഥ. അവൾ സെൽഫിഷായിട്ടാണ് ആദ്യത്തെ കുറച്ച് തീരുമാനങ്ങൾ എടുക്കുന്നെങ്കിലും ഈ കുറ്റബോധം എന്ന് പറയുന്ന ഫാക്ടർ അവളെ വല്ലാണ്ട് ഇല്ലാണ്ടാക്കുന്നുണ്ട്. ആ ഇല്ലാണ്ടാവൽ എന്ന് പറയുന്നതിനെ ആ പെയിനെ നമ്മളിലേക്ക് എത്തിക്കാൻ കൃതിക്കൊരു പരിധി വരെ സാധിക്കുന്നുണ്ട്. പിന്നെ AR റഹ്മാനാണ് ഇതിൻ്റെയൊക്കെ ആണിക്കല്ല്. പുള്ളിയാണിത് ഭയങ്കര ഒരു ഇമ്പാക്റ്റിൽ നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്നത്. പ്രകാശ് രാജ് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കൃതി സനോണിൻ്റെ അച്ഛൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ഒരു പുള്ളിക്കാരനുണ്ട്. എനിക്ക് പേര് ഞാൻ സെർച്ച് ചെയ്ത് നോക്കി, ഇവരിതിന് വിക്കിപീഡിയ പേജ് കൊടുത്തിട്ടില്ല. IMDbയിൽ കയറി നോക്കുമ്പോൾ വേറെ ആരുടെ പ്രഭുദേവയൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ഇനി തമിഴ് വേർഷനിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഹിന്ദിയാണ് ഞാൻ കണ്ടത്, അതിനകത്തില്ല. ഹിന്ദി കാണുന്നതാണ് ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു, അത് ഉണ്ടാക്കിയിട്ടുള്ള ലാംഗ്വേജ് അതല്ലേ. അപ്പോൾ ആ പുള്ളിക്കാരൻ ഈ കൃതിയുടെ അച്ഛൻ്റെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരൻ വളരെ നല്ലതായിരുന്നു. അങ്ങനെ എല്ലാവരും നല്ല പെർഫോമൻസുകളാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് നെഗറ്റീവായി ഫീൽ ചെയ്ത കാര്യം എന്ന് പറയുന്നത്, ഇത് ഞാൻ ഈ കഥയുടെ സംഗ്രഹം പറഞ്ഞ സമയത്ത് പറഞ്ഞ അതേ കാര്യം, വളരെ അൺഎത്തിക്കലായിട്ടുള്ള കാര്യം ചെയ്യുന്ന വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു നായിക കഥാപാത്രം. സൈക്കോളജിയിൽ ഡോക്ടറേറ്റ് എടുക്കാൻ നോക്കുകയാണ്. അവരുടെ വിഷയം എന്ന് പറയുന്നത്, അവരുടെ തീസിസ് എന്ന് പറയുന്നത് മനുഷ്യനിൽ നിന്ന് വയലൻസ് എന്ന് പറയുന്ന കാര്യത്തിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റാൻ പറ്റുമെന്ന്, അല്ലെങ്കിൽ ദേഷ്യം എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് എടുത്ത് കളയാൻ പറ്റും എന്നുള്ളതാണ് ഇവരുടെ പേപ്പർ. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരെ എതിർക്കുന്നുണ്ട്. പക്ഷേ അത് പറ്റും, ഞാൻ പ്രൂവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഇവർ വൻ ഡയലോഗ് അടിയാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് കലിപ്പുമായിട്ട് വരുന്ന നമ്മുടെ ധനുഷ് ഒരാളെ തല്ലിക്കൊണ്ടൊക്കെ വരുന്നത്. അത് ട്രെയിലറിലുള്ള സീനാട്ടോ. അപ്പോൾ ഇവനീന്ന് ഈ ദേഷ്യത്തിന് ഞാൻ എടുത്തു മാറ്റിയാൽ അപ്പം എനിക്ക് ഡോക്ടറേറ്റ് കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് ഇവനൊരു സബ്ജക്റ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഈ ഒരൊറ്റ സബ്ജക്റ്റിനെ വെച്ചുകൊണ്ട് ഈ തീസിസിന് അംഗീകാരം കൊടുക്കുന്ന
കോളേജ്. പരസ്പരം പറഞ്ഞുറപ്പിച്ചിട്ടാണെങ്കിലും ആളുകളുടെ മാനസികാവസ്ഥയും അവർ കടന്നു പോകുന്ന ട്രോമയൊക്കെ മനസ്സിലാക്കി അവരിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ചേഞ്ചസിനൊക്കെ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരു ഡോക്ടറേറ്റിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി കാണിച്ചു കൂട്ടുന്ന വിവരക്കേടുകളുടെ ഒരു നീണ്ട നിരയാണ് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ കാണുമ്പോൾ നമുക്ക് അതിനകത്ത് ഈ ധനുഷ് എന്ന് പറയുന്ന നമ്മൾ പറയുന്ന ഒരുപാട് ട്രോമയിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ള ഒരു പാവം പയ്യൻ്റെ സ്നേഹം കിട്ടാൻ വേണ്ടി കൊതിച്ച് നടക്കുന്ന ഒരു പയ്യൻ്റെ ഇതിലേക്കുള്ള വീഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര പ്രണയത്തിൻ്റെ ഉദാത്തമായ ദൃശ്യങ്ങളായിട്ട് ഇതിൻ്റെ അകത്ത് മ്യൂസിക്കൊക്കെ ഇട്ട് വെച്ചിരിക്കുകയാണ്. പക്ഷേ ദിസ് ഇസ് സോ അൺഎത്തിക്കൽ, സോ സെൽഫിഷ് എന്ന് നായികയുടെ മുഖത്ത് നോക്കി പറയാൻ തോന്നുന്ന പോലത്തെ ഒരു സാധനമാണ്. അതിനെയാണ് ഈ ഗ്ലോറിഫൈ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ നായികയുടെ വീട്ടിലേക്ക് ഇടിച്ചു കയറുന്ന 2 സീനുകളുണ്ട്. അയാൾ ഡൽഹിയിൽ ജോയിൻറ്റ് സെക്രട്ടറിയാണ്. ഒരു IAS കാരൻ്റെ അത് ഇത്രയും മിഷൻ ഗണ്ണൊക്കെ വെച്ചിട്ട് സബ്മിഷൻ ഗണ്ണൊക്കെ വെച്ച് കാത്തിരിക്കുന്ന സർവേലൻസ് ഉള്ള ഇത്രയും ഡോഗ്സും ഒക്കെ ഉള്ള ഒരു വീടിനകത്തേക്ക് പോലീസുകാരുടെ ഇന്ന് ഇടി വാങ്ങിച്ച് ചതഞ്ഞിട്ട് ഒരു കല്യാണ ദിവസം ഇവൻ എങ്ങനെ ചെന്ന് കയറാൻ പറ്റുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനത്തെ 2-3 സീനുകളുണ്ട് സിനിമയിൽ. ലോജിക്കലി നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അടുപ്പിക്കാൻ പറ്റില്ല. പിന്നെ സിനിമ ആയതുകൊണ്ട്, പ്രണയം ആയതുകൊണ്ട് നമുക്കങ്ങ് വിട്ടുകൊടുക്കാൻ അങ്ങനെ എനിക്ക് പറ്റുന്നുമില്ല. കാരണം ഇതിലും ബെറ്ററായിട്ട് നമ്മൾ രാഞ്ജന കണ്ടിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നായകനോട് പറയുന്ന ഒരു ലാസ്റ്റ് റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ അപ്പേ അതൊരു വൻ റിക്വസ്റ്റ് ആയിരുന്നു. അതുപോലെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് നമുക്ക് ഒട്ടും അങ്ങോട്ട് യോജിക്കാൻ പറ്റാത്ത. പക്ഷേ ചില സീനുകളെ അവരെടുത്തു വെച്ചിരിക്കുന്ന അതിൻ്റെ ഒരു ഓഡിയോ വിഷ്വൽ ട്രീറ്റ്മെൻറ്റും ഒക്കെ കൊണ്ട് ഒരു ഓളത്തിൽ അങ്ങനെ കണ്ടിരിക്കാം എന്നേ ഉള്ളൂ. സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ലോജിക്കലി എനിക്കിത് ഭയങ്കര റോങ് ആയിപ്പോയി എന്ന് തോന്നിയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അങ്ങനെ സ്നേഹം കൊടുത്താൽ അതിനുവേണ്ടി എന്തും ചെയ്യുന്ന ആമ്പിള്ളേരെ അത് ഭയങ്കരമാകെ കേട്ടോ, അതൊക്കെ അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുന്ന ഇത്തരം പരിപാടികൾ ഇനി കണ്ടിന്യൂ ചെയ്യരുതേ എന്നെനിക്കൊരു ആഗ്രഹമുണ്ട്. അത് മുഴുവൻ യൂട്ടിലൈസ് ചെയ്ത് അതിൻ്റെ മുഴുവൻ ഗുണവും എടുത്തു കഴിഞ്ഞിട്ട് അയ്യോ എനിക്ക് കുറ്റബോധമാണേ എന്ന് പറയുന്നതൊക്കെ എന്ത് പരിപാടിയാണ്? അല്ലെങ്കിൽ അങ്ങനെ കുറ്റബോധം ഉണ്ടാവുന്ന ഒരു ചിന്തിക്കാൻ ശേഷിയുള്ള ഒരാൾ സ്വയം അങ്ങനെ ഒരു കുഴി തോണ്ടുമോ എന്നുള്ള ചോദ്യം ഇപ്പുറത്തെ സൈഡിൽ നിൽപ്പുണ്ട്. എന്നിട്ട് അവർ നേരെ കയറി പോകുന്ന പൊസിഷനൊക്കെ ആലോചിക്കുമ്പോഴാണ് ഒരു ഉഡായിപ്പ് തീസിസ്, ഡോക്ടറേറ്റ്, പോസ്റ്റ് ഡോക്ടറേറ്റ്, പിന്നെ ഡിഫൻസിലേക്കൊക്കെ പോസ്റ്റിംഗ് കുറേ ഉണ്ട് കേട്ടോ ഈ സിനിമയിൽ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാക്കിയതുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇതൊരു 1 ടൈം വാച്ചബിളാണ്. ഇതിൽ നിന്നൊന്നും പഠിക്കാൻ ആരും എടുക്കരുത് എന്നാഗ്രഹിക്കുന്ന ഒരു സിനിമ. പക്ഷേ സിനിമയല്ലേ, സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. ഞാൻ ഈ പറഞ്ഞത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾ ഈ സിനിമ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ ഉറപ്പായും തോന്നിയേക്കാം. അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന കുറേ ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.